ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോഴിക്കോടൻ സ്പെഷ്യൽ കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂന്തലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ തലയൊക്കെ പോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കളയാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഒരു 2 വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മസാലയാണ്. 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില മുറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണമെങ്കിൽ നമ്മൾ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില റെസിപ്പിയിലൊക്കെ കണ്ടിട്ടുള്ളത് തേങ്ങ ജീരകവും ചെറിയുള്ളിയൊക്കെ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നതാണ്. എനിക്കിപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് ഇങ്ങനെ തോന്നി, അതുകൊണ്ട് തേങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തേങ്ങയും ഉള്ളി മസാലയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിറയ്ക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുത്താൻ ഈർക്കിൾ ഓലയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈർക്കിളാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കൂന്തലിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. സ്പൂൺ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ചെറുതായതുകൊണ്ട്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് ചെയ്ത് കൊടുത്താൽ അപ്പോൾ പെട്ടെന്ന് നിറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോന്നിലേക്കും നമുക്ക് ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ അതിൻ്റെ തല അതിന് മുകളിൽ തന്നെ വെച്ചിട്ട് ഈർക്കിൾ കൊണ്ട് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നിലും നമുക്ക് മസാല നിറച്ചതിന് ശേഷം ഈർക്കിൾ വെച്ചിട്ട് കുത്തി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് തല മസാലയിലിട്ടിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് മസാലയിലിട്ടാലും അതിന് ഫ്ലേവർ ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊരു പേസ്റ്റാക്കി എടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോട്ടിങ് ഒന്ന് ഇതിന്മേൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് കൂന്തലിൽ തേച്ച് കൊടുക്കാം. ഓരോന്നിലും തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അപ്പോൾ അത്രയും ഇതിലൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരും. ഞാനിത് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ ഒരു 2-3 മണിക്കൂറിന് ശേഷം അപ്പോൾ ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കൂന്തൽ ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ചിലർ ആവിയിൽ വേവിച്ചതിന് ശേഷമാണ് മസാല പുരട്ടിയിട്ട് പൊരിക്കുക. ഞാനിപ്പോൾ ഡയറക്റ്റ് പൊരിക്കുകയാണ് എണ്ണയിലിട്ടിട്ട്.
പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിത് എണ്ണയിൽ വെച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മേലേക്ക് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ച് മസാലേൻ്റെ ഗ്രേവി ബാക്കിയുണ്ടായിരുന്നു, അത് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് മതിയാവും. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യുമ്പോഴാണ് കൂന്തൽ വല്ലാണ്ടങ്ങ് ടൈറ്റായിട്ട് വരുന്നത്, ഇല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ആ മസാലയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നതൊക്കെ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫില്ലിങ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിത് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആവിയിൽ വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി ചിലപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയില്ല, ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും. എല്ലാവരും ഈ കൂന്തൽ നിറച്ച റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ബൈ.